നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു പുരാതന ശ്ലോകമാണ്. പക്ഷേ ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു യുദ്ധതന്ത്രമാണ്. അതെ, വാക്കുകൾ കൊണ്ട് എങ്ങനെ യുദ്ധം ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. ദാ ഇതാണ് ആ ശ്ലോകം. ഭഗവത്ഗീതയിൽ നിന്നുള്ളതാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇത് കുറേ പേരുകളാണെന്ന് തോന്നും, അല്ലേ? ഒരു ലിസ്റ്റ് പോലെ. പക്ഷേ ഇതിനുള്ളിലാണ് ആ തന്ത്രങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ ചോദ്യം. ഇതൊരു സാധാരണ പേരുകളുടെ പട്ടികയാണോ, അതോ ശരിക്കും പറഞ്ഞാൽ ഒരു മനഃശാസ്ത്രപരമായ ആയുധമാണോ? ഈ ശ്ലോകത്തിന് നമ്മൾ കാണാത്തൊരു തലം കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഈ ശ്ലോകം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആ ഒരു രംഗത്തേക്ക് പോകണം. യുദ്ധം തുടങ്ങാൻ പോകുന്ന ആ ഒരു നിമിഷമില്ലേ, അവിടേക്ക്. അപ്പോൾ സംസാരിക്കുന്നത് ദുര്യോധനനാണ്, കൗരവരുടെ രാജാവ്. കേൾക്കുന്നതോ അദ്ദേഹത്തിന്റെ സേനാപതിയും ഗുരുവുമായ ദ്രോണാചാര്യരും. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ദ്രോണർ പാണ്ഡവരുടെയും ഗുരുവായിരുന്നു. ആ ഒരു ബന്ധമാണ് ഈ സംഭാഷണത്തെ ഇത്രയും നിർണായകമാക്കുന്നത്. ദുര്യോധനൻ ആദ്യം തന്നെ 2 പേരുകൾ എടുത്തിടുന്നു: യുധാമന്യു, ഉത്തമോജസ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം, യുദ്ധത്തിൽ ചില്ലറക്കാരല്ല ഇവര്. യുധാമന്യു യുദ്ധത്തിൽ കോപിക്കുന്നവൻ, ഉത്തമോജസ് അതിശക്തമായ ഊർജമുള്ളവൻ. ഇവർ വരുന്നത് ദ്രോണരുടെ ഏറ്റവും വലിയ ശത്രുവായ ദ്രുപദന്റെ രാജ്യത്തു നിന്നാണ്. അപ്പോൾ ഇത് ദ്രോണർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു ചെറിയ കൊട്ട്. ഓക്കേ, ഇനി നമുക്ക് ഈ ശ്ലോകത്തിന്റെ ഓരോ അടരുകളായിട്ട് പൊളിച്ചു നോക്കാം. ദുര്യോധനൻ വാക്കുകൾക്കുള്ളിൽ എന്തൊക്കെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് കാണാം. ഇനിയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. ഈ ലിസ്റ്റിലെ അടുത്ത പേര്, അതാണ് ഏറ്റവും തന്ത്രപ്രധാനമായ ഒന്ന്: സൗഭദ്ര. ദുര്യോധനൻ എന്തിനായിരിക്കും ഈ പേരിങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നത്? സൗഭദ്രൻ, അതിന്റെ അർത്ഥം സുഭദ്രയുടെ മകൻ എന്നാണ്. ആരാണ് ഈ സുഭദ്രയുടെ മകൻ? അത് മറ്റാരുമല്ല, നമ്മുടെ അർജുനന്റെ മകനായ അഭിമന്യുവാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സാധാരണഗതിയിൽ മക്കൾ അറിയപ്പെടുന്നത് അച്ഛന്റെ പേരിലാണല്ലോ. അതെ, അതുതന്നെയാണ് ചോദ്യം. അത്രയും പ്രശസ്തനായ അർജുനന്റെ മകനായിട്ടും എന്തിനാണ് ദുര്യോധനൻ അവനെ സുഭദ്രയുടെ മകൻ എന്ന് വിളിക്കുന്നത്? ഇതിലാണ് ആ സൈക്കോളജിക്കൽ ഗെയിം ഒളിഞ്ഞിരിക്കുന്നത്. കാരണം സിമ്പിളാണ്, പക്ഷെ വളരെ പവർഫുള്ളാണ്. സുഭദ്ര ആരാണ്? ശ്രീകൃഷ്ണന്റെ സഹോദരിയാണ്. അപ്പോ സൗഭദ്രൻ എന്ന് വിളിക്കുമ്പോൾ ദുര്യോധനൻ ദ്രോണർക്ക് കൊടുക്കുന്ന സന്ദേശം എന്താ? ഇത് വെറും അർജുനന്റെ മകനല്ല, കൃഷ്ണന്റെ സ്വന്തം അനന്തരവനാണ് കേട്ടോ. കൃഷ്ണന്റെ കുടുംബത്തിലെ അടുത്ത തലമുറ വരെ നമുക്കെതിരെ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ് എന്ന്. അടുത്തത് ദ്രൗപദേയന്മാർ, അതായത് പാണ്ഡവരുടെ 5 മക്കൾ. ഇവർ പാണ്ഡവരുടെ ഭാവിയാണ്, അവരുടെ പാരമ്പര്യമാണ്. അവരെ ഓരോരുത്തരായിട്ടല്ല, ഒരു യൂണിറ്റായിട്ടാണ് ദുര്യോധനൻ പറയുന്നത്. അതിനർത്ഥം അവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു വലിയ ശക്തിയാണെന്ന് സ്ഥാപിക്കുകയാണ്. ഇതെന്നാലോചിച്ച് നോക്കി ദ്രോണാചാര്യരുടെ അവസ്ഥ. ഒരു ഗുരുവിന് ഇതിലും വലിയൊരു വൈകാരിക സംഘർഷം വരാനുണ്ടോ? താൻ ആയുധവിദ്യ പഠിപ്പിച്ച ശിഷ്യന്മാരെ നേരിടണം, പോരാത്തതിന് ഇപ്പോൾ അവരുടെ മക്കളെ നേരിടണം. ശരിക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നൊരു യാഥാർത്ഥ്യമാണത്. അങ്ങനെ ഈ പേരുകളെല്ലാം പറഞ്ഞ് ദ്രോണരുടെ മനസ്സിനെ ഒന്ന് ഉലച്ച ശേഷം ദുര്യോധനൻ തന്റെ വിശകലനം ഒരൊറ്റ വാക്കിൽ, ഒരു ഗംഭീര പ്രഖ്യാപനത്തിൽ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ആ വാക്കുകൾ: സർവ ഏവ മഹാരഥാഹ. ദുര്യോധനന്റെ ഒരു ഫൈനൽ വേർഡിക്റ്റാണിത്. എന്താണ് ഈ മഹാരഥൻ? അതൊരു സാധാരണ പട്ടാളക്കാരനല്ല, അതൊരു പദവിയാണ്. ഒരു ഗ്രേറ്റ് ചാരിയറ്റ് വാരിയർ, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ടോപ്പ് ടയർ കമാൻഡർ. അതിൻ്റെ ഒരു കണക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടും. ഒരു മഹാരഥന് ഒറ്റയ്ക്ക് 10,000 വില്ലാളികളെ നേരിടാൻ കഴിയും. അത്രയും ശക്തരായ യോദ്ധാക്കളാണ് അപ്പുറത്ത് നിൽക്കുന്നതെന്ന് ദുര്യോധനൻ പറയുകയാണ്. സർവ ഏവ മഹാരഥാഹ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും മഹാരഥന്മാരാണ് എന്ന് മാത്രമല്ല അർത്ഥം. അതിലെ ഏവ എന്ന വാക്കിന് തീർച്ചയായും, ഒരു സംശയവുമില്ലാതെ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ദുര്യോധനൻ അടിവരയിട്ട് പറയാണ്, ഇവരെല്ലാവരും ഒരു സംശയവും വേണ്ട അതിശക്തരായ മഹാരഥന്മാരാണ് എന്ന്. പക്ഷേ ഈ വിശകലനത്തിനൊരു ട്രാജിക് സൈഡ് കൂടിയുണ്ട്. ദുര്യോധനന്റെ ഈ പുകഴ്ത്തലിൽ, ഈ ഭയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വിരോധാഭാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് ദുര്യോധനന്റെ ഉള്ളിലെ പേടി നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത്. നോക്കൂ, പാണ്ഡവരുടെ ഭാഗത്തുള്ള യോദ്ധാക്കളെക്കുറിച്ച് പറയുമ്പോൾ അവന്റെ ശബ്ദത്തിൽ ഉത്കണ്ഠയും ഒരുതരം ബഹുമാനവുമുണ്ട്. പക്ഷേ കുറച്ചു കഴിഞ്ഞ് സ്വന്തം ആൾക്കാരെക്കുറിച്ച് പറയുമ്പോഴോ അത് വെറും പൊങ്ങച്ചമായി മാറുന്നു. ഇത് കാണിക്കുന്നത് അവന്റെ ഉള്ളിലെ അരക്ഷിതാവസ്ഥയാണ്. അതെ, ദുര്യോധനന്റെ ഈ ഭയം വെറുമൊരു പേടിയായിരുന്നില്ല, അത് അവൻ പോലും അറിയാതെ ഒരു പ്രവചനമായി മാറുകയായിരുന്നു. ഇതാണ് ആ വലിയ ട്രാജിക് ട്വിസ്റ്റ്. ദുര്യോധനൻ ആരെയാണോ ഏറ്റവും കൂടുതൽ ഭയന്നത്, ആ യുവയോദ്ധാക്കൾ അഭിമന്യുവും ദ്രൗപദേയന്മാരും.
യുദ്ധത്തിൽ ഏറ്റവും ക്രൂരമായി കൊല്ലപ്പെട്ടു. അഭിമന്യു ചക്രవ్യൂഹത്തിൽ ഒറ്റപ്പെട്ടുപോയി. ദ്രൗപദേയന്മാരെയാണെങ്കിൽ യുദ്ധം ജയിച്ച സന്തോഷത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ചതിയിൽ കൊലപ്പെടുത്തി. അപ്പൊ എന്താണ് സംഭവിച്ചത്? അവൻ ആരെയാണോ ഒരു ഭീഷണിയായി കണ്ടത്, അവരുടെ മരണം പാണ്ഡവരുടെ മനസ്സിൽ ആളിക്കത്തുന്ന ഒരു പ്രതികാരമായി മാറി. ആ പ്രതികാരമാണ് അവസാനം ദുര്യോധനന്റെ തന്നെ സർവനാശത്തിന് കാരണമായത്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ശത്രുക്കളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയായിരുന്നു ദുര്യോധനൻ. പക്ഷേ അവനറിയാതെ അവൻ എഴുതിക്കൊണ്ടിരുന്നത് സ്വന്തം നാശത്തിന് കാരണമാകുന്നവരുടെ ലിസ്റ്റായിരുന്നു. ഇത് നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നില്ലേ? പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ ഭയങ്ങൾക്കുള്ളിൽ തന്നെയല്ലേ നമ്മുടെ പരാജയത്തിന്റെ വിത്തുകളും ഒളിഞ്ഞിരിക്കുന്നത്? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.